ഹായ് ഗായ്സ്. ഇപ്പം എൻ്റെ പേര് ശ്ലോക ദീപക്. അപ്പം എല്ലാവരുടെ പേര് ചോദിക്കുമ്പോൾ പല പേര് ഇടാൻ പറ്റുമോ? നമ്മൾക്ക് തന്നെ എല്ലാ പേര് നമ്മൾ ജനിക്കണ മുമ്പ് അച്ഛനും അമ്മയും പേരിടും. അപ്പം ഓരോരുത്തരുടെ പേരെങ്ങനെയായിരിക്കും? ഓരോരുത്തരുടെ പേര് എന്തെങ്കിലും ഒരു പേരായിരിക്കും. അപ്പോൾ ഒരു പേരാണെങ്കിൽ എൻ്റെ പേര് ശ്ലോക ദീപക്. അപ്പം എൻ്റെ അച്ഛൻ്റെ പേര് ദീപക്കാണ്. അപ്പോൾ ദീപക് ഒരു നല്ല വേർഡാ. അപ്പം ദീപക് ദീപമാണ്, ദീപം. അപ്പം ദീപം ഒരു വേർഡാണ്, പിന്നെ ശ്ലോകയും ഒരു വേർഡാണ്. അപ്പം രണ്ട് ശ്ലോകയും രണ്ട് ദീപക്കും ഉണ്ട്, ഒന്ന് ദീപം. അങ്ങനെ അപ്പോൾ നമ്മൾ പേരുകൾ എങ്ങനെയാണ് നമ്മൾ ജനിക്കുന്ന മുമ്പ് അതേപോലെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഓരോരോ പേരുകൾ ഓരോരോ വേർഡ്സാണ്. വേർഡ്സ് പോലെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യും പേര് ഇടാൻ? നമ്മൾ ജനിക്കുന്ന മുമ്പ് അച്ഛനമ്മ ഇടൂലേ? അപ്പം നമ്മൾ വലുതാവുമ്പോൾ അച്ഛനമ്മയും ആവും. അപ്പം നമ്മൾക്കിടാൻ ഏതൊക്കെ പേര് വേണം? അപ്പം കുറേ പേരുണ്ട് എല്ലാവർക്കും. അപ്പം അനീഷൻ എന്ന് പറഞ്ഞാൽ ABC ഇതൊക്കെ ഇടാൻ പറ്റും, അല്ലെങ്കിൽ ദീപക് പോയില്ലേ ഇടാൻ പറ്റും. അങ്ങനെ എല്ലാ ടൈപ്പ് പേരുകളാണ് നമുക്ക് ഇടാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് എല്ലാ ടൈപ്പ് നമുക്ക് ഇടാൻ പറ്റും? ആക്ഷൻ ടൈപ്പ് കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ വേർഡ്സിൻ്റെ ടൈപ്പാണ് എൻ്റെ പേര്. അപ്പോൾ കുറേ നെയിംസ് അങ്ങനെ തന്നെയുണ്ട്, രണ്ട് ശ്ലോകെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആ പേര് വേണമെങ്കിൽ കുറേ അച്ഛനമ്മയൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം കുറേ അച്ഛനമ്മയും എങ്ങനെ ഉണ്ടാവും? അച്ഛനും അമ്മയൊക്കെ ആ കുഞ്ഞിലേ വലുതായി 1 year ഓൾഡ് കഴിഞ്ഞ് കുറേ വലുതാവും. അപ്പം മാരീഡ് ലൈഫൊക്കെ കഴിയും. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞാവയൊക്കെ വരും. അപ്പോൾ കുറേ കഴിഞ്ഞ കുഞ്ഞാവ് എന്നിട്ട് പേരിടൽ എന്നൊരു സാധനം വരും. അപ്പോൾ നമ്മൾ പേരിടും. അപ്പം ഏതെങ്കിലും ഒരു പേരല്ല, ചില പേരുകൾ വേർഡ്സാണ്, ചില പേരുകൾ വേർഡ്സ് അല്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള പേര്. അപ്പം താങ്ക് യു.